റാം, കാർ ഇവിടെ നിർത്താൻ പറയോ? ഞാനിവിടെ ഇറങ്ങായിരുന്നു. അതെന്താ? ഞാനിവിടുന്ന് പൊക്കോളാം. ഇറ്റ്സ് ഓക്കെ, ഞാൻ തന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം സീത. റാം, ഞാൻ ഇന്നും പോകുന്ന വഴിയാ. എനിക്കറിയാം, ഞാൻ പോയിക്കോളാം, പേടിക്കണ്ട. ഓൾറെഡി ഇപ്പൊ തന്നെ ലേറ്റ് ആയില്ലേ? ഇവിടെ എന്തിനാ ഇറങ്ങുന്നേ? ഇത്രയും ദൂരം എന്റെ കൂടെ വന്നിട്ട് അവിടം വരെ ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്താൽ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനി ഒന്നും താൻ പറയണ്ട, തന്റെ വീടിന്റെ മുമ്പിൽ എത്തിയിട്ട് ഈ കാർ നിൽക്കൂ കേട്ടോ. ശ്രീനു, അതിന് നേരെ പോയിട്ട് ലെഫ്റ്റ് കയറ്റി നിർത്തിക്കോ കേട്ടോ. ഇറ്റ്സ് ഓക്കെ. സീത, വൺസ് അഗൈൻ ഐ എം റിയലി സോറി. പെൻ ഡ്രൈവ് തരാൻ താൻ വന്നു, പക്ഷെ എന്തൊക്കെയോ സംഭവിച്ചു. അങ്ങനെ ഫുൾ ഡേ തനിക്ക് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. താങ്ക് യു സോ മച്ച്. ബട്ട് അപ്പാർട്ട് ഫ്രം ഓൾ അതർ ടെൻഷൻസ്, ഐ ഹാഡ് ആൻ അമേസിംഗ് ഡേ. എനി ടൈം റാം. ശരി, എന്നാ നീ പോയിക്കോളൂ റാം. എന്താ? ആർ യു സീരിയസ്? ഇവിടെ വരെ വന്നിട്ട് ഞാൻ സിഹിയോട് സംസാരിക്കാതെ പോകുമെന്ന് തോന്നുന്നുണ്ടോ? അത് നടക്കില്ല. സിഹി ഈ സമയത്ത് ഉറങ്ങിക്കാണും. നീ പോയിക്കോ, ഒരുപാട് ലേറ്റ് ആയില്ലേ? കുഴപ്പമില്ല. എന്താ വാട്ട്സ് ദ മാറ്റർ? ഓൾ ഓഫ് എ സഡൻ താനെന്തര എന്നെ ഇങ്ങനെ ഒരു സ്ട്രേഞ്ചറായിട്ട് കാണുന്നത്? റാം, അതുകൊണ്ടൊന്നും അല്ല. ഓക്കെ, എല്ലാം ഓക്കെ അല്ലേ? റാം, നാളെ സംസാരിച്ചാലോ? പ്ലീസ്, ഇപ്പൊ പോവാൻ നോക്ക്. യാ ഷുവർ. ബൈ. സീത, നീയായിരുന്നോ? അല്ലേലും ഈ നേരത്ത് നീയല്ലാതെ വേറെ ആര് വരാനാ? എങ്ങനെയാ ഞാൻ ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നേ? ചേസ് ചെയ്തു വന്ന വണ്ടിയെ സീസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് ആരാ, എന്തിനാ എന്നൊന്നും അറിയില്ല. ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ. ഇതെല്ലാമാണ് പോലീസ് ഇപ്പൊ തന്ന അപ്ഡേറ്റ്സ്. എടാ, നീ ആ കാര്യങ്ങളൊക്കെ വിട്. ഈ കാര്യം എന്തായാലും മേമയോടോ മുത്തച്ഛനോടോ പറയരുത് കേട്ടോ. രണ്ടുപേരും വെറുതെ ടെൻഷൻ ആവൂടാ. ഓക്കെ, പക്ഷെ നീ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കണേ. യു ഹാവ് എ ത്രെഡ്. എന്നെയൊക്കെ ആര് ത്രട്ടൺ ചെയ്യാനാടാ? ഇനി വല്ലോ കള്ളന്മാരുമാണോ? ഇന്നാണെങ്കിൽ വാലന്റൈൻസ് ഡേ ആയിരുന്നു. റെസ്റ്റോറന്റിന്റെ അടുത്തുനിന്നാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റുന്നൊക്കെ ഓർത്ത് വന്നായിരിക്കാം. എടാ, എനിക്ക് അങ്ങനെ നല്ല തോന്നുന്നത്. ഒരിക്കൽ ഓഫീസിൽ വെച്ച് സംഭവിച്ചു. ഇന്നാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ്. എടാ, നിന്നെ ആരോ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഡാ, എന്നെ ആര് ടാർഗറ്റ് ചെയ്യാനാ? പിന്നെ ഉള്ളതാ ചരണ്ടിയ. അവൻ അതിനുള്ള ധൈര്യമൊന്നുമില്ല. ഇനി ആർപി എങ്ങാനും. എടാ, ചിലപ്പോ ആർപി ആയിരിക്കും. എടാ, അവനിപ്പോ ജയിലിൽ കിടക്കുമല്ലേ? എന്തായാലും അമ്മ രണ്ടുപേരും ഒന്നും ആവില്ലെന്നേ. ഇമ്പോസിബിൾ. എടാ, ഇത് നീ എത്ര സിമ്പിൾ ആയിട്ട് എടുക്കരുതടാ. ഇങ്ങനെ നെഗ്ലക്ട് ചെയ്യില്ലേ പ്ലീസ്. അശോക, ഞാൻ നെഗ്ലക്ട് ചെയ്തതല്ല. അതിനെ മാത്രം പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കണ്ടെന്നാ പറഞ്ഞേ. നമുക്കൊരു ശ്രദ്ധ ഉണ്ടായാൽ മതി. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നോക്കാം. വെയിൽ പോലും കിട്ടാത്തൊരു കേസിൽ നിന്ന് നിങ്ങൾക്ക് ജാമ്യം ലഭിച്ചു. സാർ, ഞാൻ അകത്ത് കിടന്നത് തെറ്റായിരിക്കും, പക്ഷേ പുറത്തു വരുന്നത് ശരിയായ സമയത്തായിരിക്കും. ഭഗവാൻ കൂടെ ഉണ്ടാവട്ടെ. ജയ് ശ്രീറാം. റാം, ഇത്രയും ദിവസം എന്നെ കൊണ്ട് നീ ഈ ശിക്ഷ മുഴുവൻ അനുഭവിപ്പിച്ചില്ലേ? ഇനി അങ്ങോട്ട് നീ
ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും ശിക്ഷ അനുഭവിക്കുമല്ലോ. Ram, I am coming. Be ready. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതല്ലേ ചെക്കന്മാരെയൊക്കെ ഒന്ന് സൂക്ഷിക്കണോന്ന്. അവസാനം അവൻ നിന്നെ പറ്റിച്ചില്ലേ? പറ്റിച്ചു എന്നൊക്കെ പറയുന്ന എന്തിനാടാ? എന്തോ ഒരു എമർജൻസി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ? പാവം, അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും. അതുകൊണ്ടായിരിക്കും വരാത്തെ. പ്രണയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാന്ന് തോന്നുന്നു. എനിക്ക് നിങ്ങളുടെ അത്രയൊന്നും അറിവില്ല. എന്നിട്ടും കൈവിട്ടു പോയ ചെക്കനെ കുറിച്ച് ഇത്രയൊക്കെ സംസാരിക്കുന്നല്ലോ. ഇത് ബുദ്ധി കൈവിട്ടു പോയതിന്റെ ആദ്യത്തെ ലക്ഷണം. ഓ ഹലോ, അങ്ങനെ ഞങ്ങളുടെ ഗുരുക്കള് പറഞ്ഞിരുന്നു. ഗുരുക്കളോ? അതാരാ നിന്റെ ലവ്വറാ? അയ്യോ, കേട്ട പാപം കിട്ടും. എന്റെ ആശ്രമത്തിലെ ഗുരുക്കള്. ഓ ഓക്കെ. സന്യാസിയാണെങ്കിലും ദാമ്പത്യത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒക്കെ എത്ര നന്നായിട്ട് ക്ലാസ് എടുത്ത് തരുമെന്നറിയോ? ഒരു തവണയെങ്കിലും നീ അദ്ദേഹത്തിന്റെ സ്പീച്ച് ഒന്ന് കേൾക്കണം. എത്ര നന്നായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നെന്നറിയോ? അതെ അതെ അതെ. അത് കഴിഞ്ഞാ പിന്നെ പ്രേമവും വേണ്ട, കല്യാണവും വേണ്ട, ദാമ്പത്യവും വേണ്ട, ആശ്രമത്തിലേക്ക് വന്ന് സ്പീച്ച് കേൾക്കൂ, അതുകൊണ്ട് നിനക്ക് സമാധാനം കിട്ടുമെന്നൊക്കെ ആയിരിക്കും പറയുന്നത്. എന്നാ ഞാൻ നിങ്ങളുടെ ആശ്രമത്തിലേക്ക് വന്ന് ശിവ ശിവ രാമരാമ എന്നൊക്കെ ജപിച്ച് കാലിലും വീണോളാം വേണമെങ്കിൽ. ഓക്കെ അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും അല്ല. ഒരിക്കലെങ്കിലും ഞങ്ങളുടെ ഗുരുവിന്റെ സ്പീച്ച് ഒന്ന് കേട്ടോക്ക്. കേട്ട നിങ്ങൾ അവരുടെ ഫാനാകും, ഉറപ്പാ. അയ്യോ വേണ്ട മോളെ. ഈ ഇടയ്ക്ക് എന്റെ ലൈഫിൽ പ്രേമവും പ്രണയവും ഒക്കെ കുറച്ച് സമാധാനമൊക്കെ കൊണ്ടുതരാൻ തുടങ്ങിയത്. ഇപ്പോഴേ അത് ഇല്ലാതാക്കി കളയണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. അതുപോലെ എന്റെ ചെറുക്കൻ എന്നെ കൈവിട്ടതൊന്നും അല്ല. ഞാനാണെങ്കിൽ കുറച്ച് ധൃതി കാണിച്ചു പോയി, അത്രേ ഉള്ളൂ. കണ്ടോ, അവര് തെറ്റ് ചെയ്താലും സ്വന്തം തെറ്റാണെന്ന് പറയും പെൺകുട്ടികള്. ഇത് ബുദ്ധി കുറയുന്നതിന്റെ രണ്ടാമത്തെ ലക്ഷണം. ആക്ച്വലി നിന്റെ ആശ്രമത്തിലെ ഒരു ഗുരുവിന്റെ കാര്യം പറഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ സ്പീച്ച് കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. നിന്റെ ഈ സ്പീച്ച് കേട്ടാ മതി. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെ സംസാരിക്കുന്നേ. ഓക്കെ, എനിക്കൊന്ന് ഓഫീസിലേക്ക് പോണം. പോട്ടെ, സൂക്ഷിച്ച്. ഞങ്ങളുടെ ഈ മാഡം നല്ല മനസ്സ് കാണിച്ചുകൊണ്ട് മാത്രമാണ് നിനക്ക് ജയിലിൽ നിന്ന് പോരാൻ പറ്റിയത്. ഹലോ മാഡം. നമസ്കാരം. ഞാൻ ഭാർഗവി ദേശായി. പ്രതാപ്, രുദ്രപ്രതാപ്. നിങ്ങളെ മീറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ബെയിൽ എന്നവരെ ഒന്ന് കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ശരൺ നിങ്ങളുടെ പേര് പറയാൻ വല്ലാതെ മടിച്ചിരുന്നു. ഫൈനലി കാണാൻ പറ്റിയല്ലോ. താങ്ക് യു. എടാ രാമ, ഈ കിളവിന് ഇനി എത്ര നാള് കാത്തിരിക്കണോടാ? എനിക്കിനി ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യ. മുത്തശ്ശ, നിങ്ങൾ പിന്നെ ഇങ്ങനെ തുടങ്ങുവാണോ? എനിക്ക് പറയാൻ കുറച്ച് സമയം എന്താ? മിണ്ടാതിരുന്നോ അവിടെ? വെറുതെ എന്റെ വായടപ്പിക്കാൻ വരണ്ട. അങ്ങാടിയിൽ ലോട്ടറി വിൽക്കുന്നവരെ പോലെ പറഞ്ഞോളൂ. ഇന്നല്ല നാളെ, നാളെ കഴിഞ്ഞ് മറ്റന്നാ. നീ ഇതൊരിക്കലും പറയില്ല. നോക്ക്, വാലന്റൈൻസ് ഡേ വരെ ഞാൻ കാത്തിരുന്നു. ഇനി എന്താ? ഞാനേ ചത്തിട്ട് കാണേണ്ടി വരുമോ നിന്റെ കല്യാണം സ്വർഗത്തിന്ന്? മുത്തശ്ശ, എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? മുത്തശ്ശ പ്ലീസ്, പറയുന്നത് കേക്ക്. ഇത്രയും ദിവസം നമ്മൾ കാത്തു നിന്നില്ലേ? ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. മുത്തശ്ശൻ അറിയാവുന്ന കാര്യമല്ലേ മുത്തശ്ശ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരക്കാണിക്കാൻ പാടില്ല. നന്നായിട്ട് പതപ്പിക്കുന്നുണ്ട്. നോക്കട രാമ, എന്റെ പേരക്കുട്ടിയെ അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് എനിക്ക് കാണുന്നേ ഉള്ളൂ. അതല്ലാതെ വേറൊന്നുമില്ല. നീയാണെങ്കി കുറച്ചു ദിവസം കൂടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ എന്താ നിനക്ക് പറയാൻ പറ്റുമോ? നിനക്കതിന് പറ്റിയില്ലെങ്കിൽ എന്നോട് പറ. ഞാൻ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തിക്കോളാം. മുത്തശ്ശ,
ലാസ്റ്റ് മൊമെന്റ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല മുത്തശ്ശ. ഞാൻ തന്നെ പോയി പറഞ്ഞോളാന്ന് പറഞ്ഞല്ലേ, പ്ലീസ്. ലാസ്റ്റ് മൊമെന്റ് ശരി, 24 മണിക്കൂർ സമയം തരും. അതായത് 23 മണിക്കൂർ 59 മിനിറ്റ് 59 സെക്കൻഡ് സമയം തരും. അതാ ലാസ്റ്റ് മൊമെന്റ്. ഓക്കെ അല്ലടാ? മുത്തശ്ശ, ഇതൊക്കെ എന്ത് കണ്ടീഷനാ? എന്നിട്ടും നിനക്കൊരു ശുഭവാർത്ത കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നേരിട്ട് സീതയുടെ വീട്ടിൽ പോയി അവളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് സംസാരിച്ച് താമ്പൂലം കൊടുത്ത് പെണ്ണ് ചോദിക്കും. എന്ത് മുത്തശ്ശൻ പോയി സീതയോട് സംസാരിക്കുന്നു? അതിന്റെ ഒന്നും ആവശ്യമില്ല മുത്തശ്ശ, ഞാൻ തന്നെ പോയി സംസാരിച്ച് ഓക്കെ ആയിക്കോളാം, പ്ലീസ്. ചെയ്യാനുള്ളത് എന്താണെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ ചെയ്തോ. നിനക്കിനി അത്രേ സമയമുള്ളൂ. ഇല്ലെങ്കിലേ ഈ മുത്തശ്ശൻ സംസാരിക്കും. ഓ, മുത്തശ്ശൻ എന്തായാലും ഇത് ഇവിടുന്ന് പ്രശ്നമില്ല. ആദ്യം മേമയോട് സംസാരിക്കണം. മേമ, വേറെ അറിയൂ, ഐ നീഡ് യുവർ ഹെൽപ്പ്. ഓക്കെ മുത്തശ്ശ, റെസ്റ്റ് എടുക്കുക കേട്ടോ. ബൈ. മേമ, സാധന മേമ. ആരാ പറയേ? ഭാർഗവി മേമയുടെ. ചേച്ചി ലേഡീസ് ക്ലബിലേക്ക് പോയതാ. പറ, എന്തെങ്കിലും വേണമായിരുന്നോ? ഒന്നുമില്ല, മേമയോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. ഒന്നുമില്ല, വെറുതെ. ഓക്കെ, പിന്നെ കാണാട്ടോ. എടാ അനിയ, എന്റെ ഭാര്യ ലേഡീസ് ക്ലബിലേക്ക് പോയി എന്ന് പറയുമ്പോ ആരുടെയോ ലൈഫ് ബോൾഡ് ആകാൻ പോകുന്നു എന്നാണ് അർത്ഥം. കറക്റ്റാടാ. അല്ല, അത് പിന്നെ ബ്രദർ, നീ അവളെ നിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനെന്ത് പറയാനാ? ഇതൊന്നും ശരിയല്ല എന്ന് പറയണം. ഞാനാ? മോനെ അനിയ, നടക്കില്ല നടക്കില്ല, ഞാൻ വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല, ഒന്നും നടക്കില്ല. അല്ല, ഞാൻ പറഞ്ഞ അവള് കേൾക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. പിന്നെ എന്നാലും നീ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കണോടാ. ഞാനോ? അതൊരിക്കലും ഉണ്ടാവില്ല ഏട്ടാ. പ്രയത്നിക്കുന്ന കാര്യമേ ഉദിക്കുന്നില്ല. നോക്ക്, വീണ്ടും ഇനി ഒരു പ്രളയം കൂടി വന്നാലും കുഴപ്പമില്ല. പക്ഷെ മാച്ച് മുടങ്ങാൻ പാടില്ല, നടന്നുകൊണ്ടേയിരിക്കണം. തോറ്റാലും കുഴപ്പമില്ല, മാച്ച് നടന്നുകൊണ്ടേയിരിക്കണം. മാച്ച് മസ്റ്റ് ഗോ ഓൺ. അനി, സ്നാക്സ് ബോക്സിൽ ഞാൻ ചിപ്സും ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. ബ്രേക്ക് വരുമ്പോ എടുത്ത് കഴിക്കണം കേട്ടോ. ചെറിയമ്മേ, എനിക്ക് വൈകിട്ട് പാസ്ത ഉണ്ടാക്കി തരുമോ? നീ വരുമ്പോഴേക്കും റെഡി ആയിരിക്കും. ബൈ ബൈ. സാധന, നിന്റെ ചേച്ചിയില്ലേ, അതായത് നിന്റെ കോ സിസ്റ്റർ, ലേഡീസ് ക്ലബിലേക്ക് തന്നെയാണോ പോയത്? അങ്ങനെയാ പറഞ്ഞത്. ചിലപ്പോ ആയിരിക്കും. ഏയ് ഇടി, നീ അവള് പറഞ്ഞത് അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കുകയാണോ? ഇത്ര വെളുപ്പിനെ ഏത് ലേഡീസ് ക്ലബാടി തുറന്നു വെക്കുന്നത്? അല്ല, നിന്റെ മനസ്സിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും വരുന്നില്ലേ? ഇതിപ്പോ എനിക്ക് വല്ലതും തോന്നിയിട്ട് കാര്യമുണ്ടോ? അവരെങ്ങോട്ടാ പോകുന്നത്, എവിടെന്നാ വരുന്നതെന്നൊക്കെ ഞാൻ ചോദിക്കേണ്ട കാര്യം എന്താ? ഇനി നിങ്ങൾക്ക് അതൊക്കെ അറിഞ്ഞേ പറ്റുമെന്നാണെങ്കിൽ എന്നോട് ചോദിക്കണ്ട. നേരെ പോയി ചേച്ചിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കോ. അവരെങ്ങോട്ടെങ്കിലും പോവാൻ ഇറങ്ങുവാണെങ്കിൽ സാധന പോയിട്ട് വരാമെന്ന് മാത്രമേ എന്നോട് പറയാറുള്ളൂ. അത്രയെങ്കിലും മര്യാദ എന്നോട് കാണിക്കുന്നുണ്ട്. ഏയ് അല്ല, ഇതെന്താ നീ എന്താ പറഞ്ഞ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? അല്ല, എന്തു പറ്റി നിനക്ക്? നീ ഇപ്പൊ പറഞ്ഞതിന്റെ രീതി എങ്ങനെയാണെന്നറിയോ? വിശക്കുന്നുണ്ട് വല്ലതും താന്ന് പറഞ്ഞപ്പോ വിഷം കഴിച്ചു എന്ന് പറഞ്ഞ പോലെ ഉണ്ട്. സ്വല്പം ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് സാധനെ. എനിക്ക് ബുദ്ധി ഉപയോഗിക്കാൻ അറിയില്ല. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം, ശരിയല്ലേ? എന്റെ ഭാര്യക്ക് ഇതെന്താ പറ്റിയത്? എന്താ ഇങ്ങനൊക്കെ പെരുമാറുന്നത്? അല്ല, ഇതും ഭാർഗവിയുടെ കളി തന്നെ ആയിരിക്കോ? അയ്യോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. പിന്നെ ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബോസ്. പുതിയതായി അപ്പോയിന്റ് ചെയ്ത ബോഡി ഗാർഡ്സ്. ഇനി നിങ്ങൾ എവിടെ പോയാലും വന്നാലും ഇവർ നിങ്ങളെ കൂടെ ഉണ്ടാവും. നീ എന്താണ് ഈ പറയുന്നേ? എടാ ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ നിനക്ക്? എനിക്ക് ബോഡി ഗാർഡ്സിന്റെ ആവശ്യമുണ്ടോ? എടാ, നീ ഒന്ന് പറയുന്നത് മനസ്സിലാക്ക്. പോലീസിന്റെ ഭാഗത്ത് നിന്നൊരു പ്രോപ്പർ ഇൻഫർമേഷൻ വരുന്നത് വരെ നിനക്ക് ബോഡി ഗാർഡ്സിന്റെ ആവശ്യം ഉണ്ടടാ.
എടാ മലേഷ്യയിൽ നീ ഇങ്ങനെ തന്നെയായിരുന്നു, ഇവിടെ നീ അത് തന്നെ ചെയ്യാൻ പോവാണോ? എടാ നീ എന്തിനാടാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എടാ നിന്റെ ലൈഫിൽ ഓരോ സെക്കൻഡ്സും വളരെ കോംപ്ലിക്കേറ്റഡ് ആണെടാ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നേ. നീ മലേഷ്യയിലാണെങ്കിലും ശരി, ബാംഗ്ലൂരിലാണെങ്കിലും ശരി, നിനക്ക് സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ട് കേട്ടോ. ഇനി നീ തന്നെ ഡിസൈഡ് ചെയ്തോടാ. നിനക്ക് മലേഷ്യ ആണോ അതോ ഇവിടെ തന്നെ വേണോ? ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ, ഇന്ന് തന്നെ മലേഷ്യക്ക് പോയാലോ? മുത്തശ്ശൻ എനിക്ക് 24 മണിക്കൂർ തന്നിരിക്കുന്നത്. നിനക്ക് ഇനി 23 മണിക്കൂർ 59 മിനിറ്റും 59 സെക്കൻഡും ഉണ്ട്. അതിനുള്ളിൽ സീതയോട് പോയി എല്ലാ കാര്യങ്ങളും പറയണമെന്നൊക്കെ കണ്ടീഷൻ വെച്ചേക്കുവാടാ. നീ അഥവാ പറഞ്ഞില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യുന്ന പറഞ്ഞേ? വേറെ ആളെ നോക്കുന്നാണോ പറഞ്ഞേ? എടാ നീ ഇപ്പൊ കളിക്കാൻ നിൽക്കല്ലേ. മുത്തശ്ശനാണ് എന്നെ അവിടെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തോണ്ടിരിക്കടാ. മുത്തശ്ശൻ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ തന്നെ പോയി സീതയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഓക്കെ ആക്കണമെന്ന്. അല്ലെങ്കിൽ മുത്തശ്ശൻ തന്നെ സീതയുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കുന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. സീതയുടെ വീട്ടിലോട്ട് എങ്ങനെ മുത്തശ്ശൻ പോയി കഴിഞ്ഞാൽ അവളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കൂടാ? എന്റെ അമ്മോ. അപ്പൊ എന്താ നിന്റെ പ്ലാൻ? മുത്തശ്ശൻ പോയി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തന്നെ പോയി സീതയോട് എല്ലാ കാര്യങ്ങളും പറയാൻ പോടാ. അല്ല പിന്നെ നമ്മുടെ സൂര്യ എന്തൊക്കെ ചെയ്താലും കറക്റ്റ് ആയിട്ട് ചെയ്യൂ. എടാ സൂര്യ സീതയുടെ അടുത്ത് പോയി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ നീ സീതയുടെ അടുത്ത് പോയി പ്രൊപ്പോസ് ചെയ്യടാ. അതാണ് ചെയ്യാൻ പോവാ ഞാൻ. ഡേയ് എന്താ ചെയ്യണോന്ന് പറഞ്ഞിട്ട് ദേ സമയാവുന്നുണ്ടടാ. ഹേ ബോഡി ഗാർഡ്സ് കയറിടേ. മിസ്റ്റർ രുദ്രപ്രതാപ്, ഓൾറെഡി ചരൺ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു. പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുടുംബത്തിൽ ഒരാളെ തീർക്കാൻ നടക്കുന്ന ആളാ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? ഞാൻ അവനോട് സംസാരിച്ച് നിനക്ക് ബെയിലെടുത്ത് തരണമായിരുന്നോ? ശത്രുവിന്റെ ശത്രു മിത്രമാണെന്ന് പറയാം. നീ കേട്ട് കാണുമായിരിക്കും. ഇല്ലായിരുന്നെങ്കിൽ സ്വന്തമായിട്ടൊരു ലൈസൻസ് പോലും ഇല്ലാത്തൊരു വക്കീലിനെ ഞാൻ വന്ന് കാണണമായിരുന്നു. നീ എന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ബെയില് കിട്ടാനുള്ള കാരണക്കാരി ഞാനാണെന്ന് നീ ഇത്ര പെട്ടെന്ന് മറന്നു? ഞങ്ങളുടെ മേഡത്തെ കണ്ണടച്ച് നിനക്ക് വിശ്വസിക്കാം. നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ ഇത്രയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവുമല്ലോ. ചരൺ പറഞ്ഞിരുന്നു എൻ്റെ നിങ്ങളുടെ ടാർഗറ്റ് ഒരാളാണെന്ന്. പക്ഷേ ജോലി എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു ക്ലാരിറ്റി കിട്ടും. ആ ഫോട്ടോ ഒന്ന് നന്നായിട്ട് നോക്ക്. അത് രണ്ടും ആരാണെന്ന് നിനക്ക് അറിയാലോ അല്ലേ? ആ ഫോട്ടോ കണ്ടിട്ട് എന്താ നിനക്ക് തോന്നുന്നതെന്ന് ആദ്യം പറ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറയാം. എന്നെ ജയിലിലേക്ക് അയച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച പെണ്ണുമായിട്ട് കറങ്ങി നടക്കുന്നോ? ഞാൻ വാങ്ങണമെന്ന് കരുതിയ വീട് അവൻ വാങ്ങിയല്ലേ? അതും ആ സീതയെ ഒന്നും അറിയിക്കാതെ. നല്ല കളിയാ കളിക്കുന്നേ. നല്ല കളിയാ അവൻ കളിക്കുന്നേ. എക്സ്ക്യൂസ് മീ, നീ എന്താ പറഞ്ഞേ? സീതയുടെ വീട് രാമൻ വാങ്ങിയ കാര്യം അവൾക്ക് അറിയില്ലെന്നാണോ? അറിയുമായിരുന്നെങ്കിൽ അവന്റെ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു അവള്. ജീവിതത്തിൽ കഷ്ടപ്പാടാണെങ്കിലും ബുദ്ധിക്കൊരു കുറവുമില്ല അവൾക്ക്. മഹാസ്വാഭിമാനിയാണ്. ലേലത്തിൽ നിന്നും മറ്റാരുടെയോ പേരിലാണ് ആ വീട് വാങ്ങിയത്. നിങ്ങളുടെ രാമൻ. അതും അവൾ അറിയാതെ, സീക്രട്ടായി. ഗ്രേറ്റ് ലവർ. അവന് സീതയിൽ നിന്നെല്ലാം മറച്ചു വെക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ ആർപിയിൽ നിന്നും ഒരു കാര്യവും മറച്ചു വെക്കാൻ പറ്റില്ല. ഞാൻ ഇത്ര ദിവസം അകത്തായിരുന്നെങ്കിലും അവരെ രണ്ടുപേരെയും ഞാൻ എന്റെ മനക്കണ്ണുകൊണ്ട് കാണാറുണ്ടായിരുന്നു.
to Z എന്റെ പക്കൽ ഇൻഫർമേഷൻ ഉണ്ട്. ആഹാഹാഹാ. എത്ര നല്ല കാര്യം നീ പറഞ്ഞു. നമ്മുടെ ഹീറോയിന് കള്ളം പറയുന്നവരെ ഇഷ്ടമല്ല. കഥ ഇനിയാണ് ദിശ മാറാൻ പോകുന്നത്. സീതമ്മ, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയത് പോലും അറിഞ്ഞില്ല. സീതമ്മ, ഞാൻ എവിടെ കിടന്നുറങ്ങിയാലും നീ എന്നെ എടുത്തോണ്ട് വരുമായിരുന്നല്ലോ. രാത്രി എന്താ എന്നെ എടുത്തോണ്ട് വരായിരുന്നേ? ഓ, എനിക്ക് ഭാരമായതുകൊണ്ടാണോ? നീ അതിനത്ര ഭാരമൊന്നും ഇല്ല മോളെ. നീ ഹാപ്പിയായി മുത്തശ്ശിയുടെ കൂടെ കിടന്ന് ഉറങ്ങുന്ന കണ്ടപ്പോ എനിക്ക് നിന്നെ വിളിക്കാൻ തോന്നിയില്ല. വിഷമായോ ഞാൻ നിന്നെ വിളിക്കാൻ വരാത്തതുകൊണ്ട്? നോ സീതമ്മ. വരാമേ. സീത, ഇന്നലെ നല്ല ജോലി ഉണ്ടായിരുന്നോ? നടന്നതൊക്കെ പറഞ്ഞ അമ്മ വെറുതെ പേടിക്കും. ആ അമ്മേ, കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതാ ലേറ്റ് ആയത്. ശ്രദ്ധിക്കണേ മോളെ. ആ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് നീ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? അല്ല ശാന്തേച്ചി, അവളുടെ ബോസ് തന്നെ അവളെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ, അല്ലേ? അല്ല സീത, ഇത്രയും വലിയ കമ്പനി ഉടമയ്ക്ക് നിന്നിവിടെ കാറി കൊണ്ടുവിടാനുള്ള മനസ്സൊക്കെ ഉണ്ടാവോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? ഒറ്റയ്ക്ക് വിടുന്നതിന് പകരം വീട്ടിലാക്കി തരാനുള്ള ഉത്തരവാദിത്തം കാണിച്ചില്ലേ? അതാലോചിച്ച് സന്തോഷിക്കാൻ നോക്ക്. ഇവരൊക്കെ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? റാമിന് കണ്ട ഇങ്ങനെയൊക്കെ തോന്നൂ? ഇല്ല, എന്റെ റാമിന്റെ ഫ്രണ്ട്ഷിപ്പ് പ്യൂർ ആയിട്ടിരിക്കണമെങ്കിൽ ഇവിടെയുള്ള ആരുടെയും വാക്കിന് ഞാൻ വില കൊടുക്കേണ്ട കാര്യമില്ല. ശരി അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. ബൈ സിഹി. പോയി വാ മോളെ. ബൈ സീതമ്മ. അവളെ എപ്പോഴും വീട് വരെ കൊണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ സീതയെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെയൊന്നും കരുതിയില്ല.